കുംഭകർണൻ മരിച്ചതറിഞ്ഞ് രാവണൻ ബോധം കെട്ടു വീണു. പിന്നെ ഉണർന്നു, പൊട്ടിക്കരഞ്ഞു. വലങ്കൈയാണ് പോയത്. എത്ര യുദ്ധങ്ങളിൽ വിജയിക്കാൻ കാരണം അവനായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ചാകാൻ വിട്ടല്ലോ ദൈവമേ. ഓടിയെത്തി അതികായൻ. രാവണന്റെ മകനാണ്. ശക്തനായ പോരാളിയാണ്. കൂടെ ദേവാന്തകനും നരാന്തകനുമുണ്ട്. പിന്നെ മത്തനും ഉന്മത്തനും മഹാപാർശ്വനും മഹോദരനും ഒപ്പം തൃശിരസും രാക്ഷസ വീരന്മാർ 8 പേർ. എന്തിനാണ് വിഷമിക്കുന്നത്? ഞങ്ങൾ പോയി അവരെ തീർത്തു വരാമെന്ന് അതികായൻ. എങ്കിൽ പോയി ജയിച്ചു വരുമെന്ന് രാവണൻ. വാനരന്മാരും മോശമാക്കിയില്ല. കല്ലും മലയും മരങ്ങളും ഒക്കെ എടുത്ത് രാക്ഷസന്മാരെ അടിച്ചു കൊന്നു. അത് കണ്ട് നരാന്തകൻ കുന്തവുമായി കുതിരപ്പുറത്ത് പാഞ്ഞു വന്നു. അങ്കദൻ ചാടിയെത്തി തടഞ്ഞു. നരാന്തകനെ കുതിരയോടൊപ്പം എടുത്തൊരേറ്. നരാന്തകൻ ചത്തുമലച്ചു. നരാന്തകനെ കൊന്നത് കണ്ട് ദേവാന്തകൻ ഇരുമ്പുലക്കയുമായി എത്തി. ആനപ്പുറത്ത് മഹോദരനും തേരിൽ തൃശിരസും എത്തി. അങ്കദൻ ഒറ്റയ്ക്ക് 3 പേരോടും പോരാടി. അങ്കദന്റെ യുദ്ധം കണ്ട് കാണികളൊക്കെ അഭിനന്ദിച്ചു. ഹനുമാനും സേനാപതിയായ നീലനും അങ്കദനെ സഹായിക്കാൻ പാഞ്ഞെത്തി. ദേവാന്തകന്റെ കയ്യിലിരുന്ന് ഇരുമ്പുലക്കെ പിടിച്ചു വാങ്ങി തലയ്ക്കൊന്നു കൊടുത്ത് ഹനുമാൻ. ദേവാന്തകന്റെ കഥ കഴിഞ്ഞു. ആനപ്പുറത്തിരുന്ന മഹോദരനെ വലിച്ച് താഴെയിട്ട് നെഞ്ചു തകർത്ത് നീലൻ അലറി. തൃശിരസ് വാളെടുത്ത് ഹനുമാനെ കൊല്ലാൻ നോക്കി. ഹനുമാൻ എന്ത് വാളും പരിചയം. തൃശിരസിനെ അടിച്ച് നിലത്തിട്ടു. അവന്റെ തന്നെ വാളെടുത്ത് തല വെട്ടിക്കളഞ്ഞു. 1000 കുതിരകളെ പൂട്ടിയ തേരിൽ ദിവ്യാസ്ത്രങ്ങൾ നിറച്ച ആവനാഴിയുമായി അതികായൻ എത്തി. ലക്ഷ്മണൻ അതികായനോടേറ്റു. യുദ്ധം അതിഘോരമായി. ബാണങ്ങൾ മഴ പൊഴിയും പോലെ പാഞ്ഞു. ലക്ഷ്മണന്റെ അമ്പുകൾ അതികായന്റെ പടച്ചട്ടയിൽ തട്ടിമടങ്ങി വീണു. എന്താണ് പ്രശ്നമെന്നറിയാതെ ലക്ഷ്മണൻ വിഷമിച്ചു. പെട്ടെന്നൊരാൾ ലക്ഷ്മണന്റെ അടുത്തെത്തി. ബ്രഹ്മദേവൻ കൊടുത്ത പടച്ചട്ടയാണത്. ആയുധം അവൻ ഏൽക്കില്ല. നീ ബ്രഹ്മാസ്ത്രമെയ്യൂ സൗമിത്രി. ഞാൻ വായുദേവനാണ്. ലക്ഷ്മണൻ ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മാസ്ത്രമെടുത്ത് തൊടുത്തുവിട്ടു. അതികായന്റെ കഴുത്ത് മുറിച്ച് ബ്രഹ്മാസ്ത്രം പാഞ്ഞുപോയി. തലയെടുത്ത് വാനരന്മാർ രാമന് മുന്നിൽ വെച്ചു. മകൻ മരിച്ചത് കേട്ട് രാവണൻ എന്തൊരു വിധിയതെന്ന് വിലപിച്ചു. മക്കളും സേനാധിപന്മാരും മന്ത്രിമാരും സഹോദരങ്ങളുമൊക്കെ മരിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണമെന്നായി രാവണൻ. അച്ഛന്റെ കരച്ചിൽ കണ്ട് മേഘനാഥൻ ഓടിയെത്തി. ഞാനുള്ളപ്പോൾ അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? അനുഗ്രഹിച്ചാലും ഞാൻ പോയി ശത്രുക്കളെ നിഗ്രഹിച്ചു വരാം. രാവണൻ മകന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പരാക്രമിയായ ഇന്ദ്രജിത്ത് യുദ്ധത്തിനൊരുങ്ങി. രഹസ്യഗുഹയായ നികുംബിലയിൽ ചെന്ന് ശിവനെ ധ്യാനിച്ച് പ്രത്യേക പൂജ ചെയ്തു. ദിവ്യമായ അന്തർധാന വിദ്യ നേടി യുദ്ധഭൂമിയിലേക്ക് പാഞ്ഞു. വാനരന്മാർ അലറിക്കൊണ്ട് വന്ന് യുദ്ധം ആരംഭിച്ചു. കയ്യിൽ കിട്ടിയ രാക്ഷസന്മാരെയൊക്കെ അടിച്ചും ചവിട്ടിയും കാലപുരിക്കയച്ചു. തേരെടുത്തെറിയുന്നു. ആനയുടെ മസ്തകത്തിൽ പ്രഹരിച്ച് കൊല്ലുന്നു. കുതിരകളെ അതിലിരിക്കുന്ന രാക്ഷസനോട് കൂടി കാലിൽ തൂക്കി തറയിലടിക്കുന്നു. ഇന്ദ്രജിത്തിന് മനസ്സിലായി, ഇനി താമസിച്ചാൽ താനും താമസിയാതെ യമലോകത്തെത്തും. ഇന്ദ്രജിത്ത് അന്തർദാനം ചെയ്തു. ഗുരുപരമ്പകളെയും അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മാസ്ത്ര സഞ്ചയം പ്രയോഗിച്ചു. എവിടുന്നാണ് ആരാണ് അമ്പെയ്യുന്നതെന്ന് മനസ്സിലാകാതെ വാനരന്മാർ അമ്പരന്നു. ഓരോരുത്തരായി അമ്പേറ്റ് വീണു തുടങ്ങി. വാനര രാജാവായ സുഗ്രീവനും ബാലിപുത്രനായ അങ്കദനും സേനാപതിയായ നീലനും ഉൾപ്പെടെ വാനരവീരന്മാർ അമ്പുകളേറ്റ് ബോധം കെട്ട് നിലത്ത് വീണു. അമ്പു കൊള്ളാത്തവരില്ല, വാനരന്മാരില്ല എന്ന സ്ഥിതിയായി യുദ്ധഭൂമിയിൽ. ദേവന്മാരും മുനിമാരും ആകെ വിഷമിച്ചു. നമ്മുടെ രാമനും ലക്ഷ്മണനും ഉണ്ടല്ലോ, അവർ എല്ലാവരെയും രക്ഷപ്പെടുത്തും എന്ന് ചിന്തിച്ച് നിൽക്കുന്നതിനിടെ വീരനായ ഇന്ദ്രജിത്ത് അവരെയും എയ്തു വീഴ്ത്തി. എല്ലാം അവസാനിച്ചല്ലോ എന്നോർത്ത് ദേവന്മാരും മാമുനികളും ആകെ തകർന്നു നിന്നു. ഇന്ദ്രജിത്താകട്ടെ ശംഖനാദം മുഴക്കി വിജയാഘോഷം നടത്തി. ലങ്കയിലെത്തി അച്ഛനെ നമസ്കരിച്ചു. ബ്രഹ്മാസ്ത്രമേറ്റ് മൃതപ്രായമായി കിടക്കുന്നവരിൽ ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് വിഭീഷണൻ. അപ്പോഴതാ മറ്റൊരാൾ വാനരന്മാർക്കിടയിൽ നടക്കുന്നു. വിഭീഷണൻ പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ഓടി. ഹനുമാനാണ്. ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഹനുമാനും. എന്തായാലും കൂട്ടുകിട്ടി, ഇനി ഒരുമിച്ച് നോക്കാമെന്ന് വിചാരിച്ച് 2 പേരും നടന്നു. അപ്പോൾ ദൂരെ ഒരു ഞെരക്കം. അവരോടി അടുത്തെത്തി. ജാംബവാനാണ്. ബ്രഹ്മാവിന്റെ പുത്രനാണ്. ബ്രഹ്മാസ്ത്രം കാര്യമായി ഏറ്റില്ല. എന്നാലും കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ജീവനുണ്ടോ എന്ന് വിഭീഷണൻ. ജീവനൊക്കെയുണ്ട്, പക്ഷെ കണ്ണു തുറക്കാനൊന്നും പറ്റുന്നില്ല. നീ വിഭീഷണനല്ലേ? നമ്മുടെ ഹനുമാനെ അവിടെ എങ്ങാനും കണ്ടോ? ഒന്ന് നോക്കുമോ എന്ന് ജാംബവാൻ. അതെന്താണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും ഒന്നും അന്വേഷിക്കാതെ നിങ്ങൾ ഹനുമാന് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? വിഭീഷണൻ അത്ഭുതത്തോട് ചോദിച്ചു. അത് ഞാൻ പറയാം. മാരുതി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല.
ഇതൊക്കെ മാറും, പക്ഷെ അവൻ പോയാൽ കഴിഞ്ഞു, എല്ലാവരും മരിച്ചെന്ന് കരുതിക്കോളൂ. ജാംബവാൻ ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു. ഞാനിതാ ഇവിടെയുണ്ടല്ലോ എന്ന് ഹനുമാൻ ജാംബവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ദൈവമേ, നീ കാത്തു. ഹനുമാനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ വെച്ചു ജാംബവാൻ. ഇനിയൊന്നും പേടിക്കണ്ട, എല്ലാവരും രക്ഷപ്പെടും. മോനെ, അതിന് നീ ഒരു കാര്യം ചെയ്യണം. വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിനക്കേ അത് ചെയ്യാൻ കഴിയൂ. നീ ഹിമവാനെയും കടന്ന് കൈലാസത്തിലെത്തണം. അവിടെ ഋഷഭാദ്രിയിൽ 2 കുന്നുകൾക്കിടയിൽ 4 മരുന്നുകളുണ്ട്. വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, പിന്നെ മൃതസഞ്ജീവനി. നീ പോയി ആ മരുന്നുകൾ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നാൽ നമ്മുടെ ബന്ധുക്കളും ശ്രീരാമ ലക്ഷ്മണന്മാരും ജീവിക്കും. വേറെ വഴിയില്ല, ജാംബവാൻ പറഞ്ഞു നിർത്തി. വായുപുത്രനായ ഹനുമാൻ ജാംബവാന്റെ അനുഗ്രഹം വാങ്ങി എഴുന്നേറ്റു. നേരെ മഹേന്ദ്ര ശൈലത്തിന് മുകളിലെത്തി. മുൻപ് ലങ്കയിൽ ചാടാൻ വളർന്നതുപോലെ ആകാശത്തോളം വളർന്നു. മുഷ്ടി ചുരുട്ടി വാലുയർത്തി സിംഹനാദം മുഴക്കി ഭൂമി വിറകൊണ്ടു. രാക്ഷസന്മാർ ഞെട്ടിത്തരിച്ചു. കടലും കരയുമെല്ലാം ഇളക്കി മറിച്ച് ശ്രീ ഹനുമാൻ ആകാശത്തേക്ക് കുതിച്ചു.